അങ്ങനെ നമ്മൾ ആ മല കറങ്ങി ഇറങ്ങി തിരിച്ച് നോർത്ത് പുളു എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി കേട്ടോ. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് ലേയിലാണ് കേട്ടോ, ലേയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മൾ രാവിലെ 5:30 മണിയായിട്ടുണ്ട്, വെളുപ്പിന് 5 മണിയാണ്. കണ്ടോ എന്ത് നല്ല വെളിച്ചം നോക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് കർദുങ്ല പാസിലേക്കാണ്. അവിടെ നിന്ന് വേറൊരു സ്പെഷ്യൽ പ്ലേസിലും കൂടെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അതേതാണെന്ന് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ലേയിൽ നിന്ന് കർദുങ്ല പാസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു എൻട്രി പാസും കൂടെ എടുക്കണം കേട്ടോ. നമ്മൾ 4 പേർക്ക് 2400 രൂപയാണ് എൻട്രി പാസ് ആയത്. അപ്പോൾ ആ ഒരു പാസ് നമ്മൾ ഇന്നലെ താമസിച്ച സ്റ്റേയിൽ പുള്ളി തന്നെ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. 200 രൂപ വെച്ച് എന്തോ എക്സ്ട്രാ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പുള്ളി അറിയില്ല. രാവിലെ തന്നെ കർദുങ്ലയിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ കർദുങ്ല പാസിലേക്ക്. കറൻ്റ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 17 ഡിഗ്രിയാണ്. നമുക്ക് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നാലും സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് ലൈനറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 9 മണിയോടുകൂടി കർദുങ്ല പാസ് എത്തുമെന്ന് വിചാരിക്കുന്നു. കർദുങ്ല പാസ് എത്തി അടുത്തൊരു സ്ഥലവും കൂടെ നമ്മൾ വിസിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ ലേയിൽ തന്നെ വരും കേട്ടോ. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ടില്ല, ഈ ഒരു സെയിം റൂമിൽ തന്നെ ആയിരിക്കും ഇന്ന് നിൽക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നുബ്ര വാലി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന വഴിക്ക് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 5:40 ആയത്. ആ ഒരു ടൈമിലെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് അങ്ങ് ദൂരെ മഞ്ഞുമലകൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിനും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഭയങ്കര സന്തോഷം. നമ്മളെ ഈ വണ്ടി ഫുൾ ലോഡ് വണ്ടി ഒന്ന് സെൻട്രൽ സ്റ്റാൻഡ് അടിക്കണമെങ്കിൽ 2 പേരുടെ സപ്പോർട്ട് വേണം എന്തായാലും. അപ്പോൾ ഞാൻ മുന്നേക്ക് സോളോ റൈഡ് വരുന്ന സമയത്തൊക്കെ ഏതെങ്കിലും പമ്പിൽ നിർത്തി ആരെങ്കിലുമൊക്കെ സപ്പോർട്ടിന് വിളിച്ചിട്ടാണ് ലൂപ്പ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ ഇവരുള്ളത് കൊണ്ട് ഞാൻ പറയാതെ തന്നെ എൻ്റെ വണ്ടി സെൻട്രൽ സ്റ്റാൻഡൊക്കെ അടിച്ച് അവർ ലൂപ്പൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്. ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റൂട്ടുണ്ടല്ലോ, എത്രയോ ലെജൻസുകൾ ഈ വഴി പോയി അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് തിരിച്ചു വന്ന വഴിയാണല്ലേ കർദുങ്ല പാസ്. ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് കർദുങ്ല പാസ്സാണ് ദ ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് നമ്മുടെ ഉംലിംഗ്ലെയാണ് ഏറ്റവും ഉയരം കൂടിയ പാതയെന്ന് കണ്ടുപിടിച്ചതെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം എന്നിരുന്നാലും ഈ ഒരു റൂട്ട് വരുന്ന എല്ലാവരും എന്നെ സംബന്ധിച്ച് ലെജൻസ് തന്നെയാണ്. അവരെടുത്ത ഓരോ കിലോമീറ്ററിലും ഓരോ തരത്തിലുള്ള എഫേർട്ടിനും അത് ശരിക്കും റിയലൈസ് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ഞാൻ അവരെ എല്ലാവരും എണീറ്റ് നിന്ന് ബിഗ് സല്യൂട്ട് ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. ഐ എം റിയലി പ്രൗഡ്. അവർ പോയ വഴിയിൽ കൂടെ എനിക്കും പോകാൻ പറ്റുന്നു എന്നുള്ള കാര്യത്തിൽ. അതുപോലെ നിങ്ങൾക്കും നാളെ ഒരു ദിവസം നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് ഈ ഒരു റൂട്ടിലൂടെ നിങ്ങളുടെ സ്വപ്ന പോയിൻ്റായ നമ്മുടെ കർദുങ്ല പാസിലൊക്കെ എത്താൻ പറ്റട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പം ഇനി ഏകദേശം 53 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഇങ്ങനെ വർക്ക് കിടക്കുന്ന റോഡാണ്. അവർ ഈ ഒരു വർക്ക് നടക്കുന്ന റോഡാണെങ്കിലും അവിടെയും അവർ ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ BRO അത് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് വഴിയിൽ ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നതിന് അവർ നമ്മളടുത്ത് മുൻകൂട്ടി ക്ഷമ ചോദിക്കുന്ന ഒരു സെറ്റപ്പാണ്. എന്തല്ലേ, എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പേജിൽ ഞാൻ ഇനി പിൻ ചെയ്ത് വെക്കാൻ പോകുന്ന ആ ഒരു ഫോട്ടോ എടുക്കാനാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പലരുടെയും അക്കൗണ്ട് എടുത്ത് നോക്കുന്ന സമയത്ത് മിക്ക ആൾക്കാരും കർദുങ്ലയും ഉംലിംഗ്ലെയും പോയതിൻ്റെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതവർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എൻ്റെ പ്രൊഫൈലിലും ഞാനത് പിൻ ചെയ്ത് വെക്കാനായിട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കർദുങ്ല എത്താനായിട്ട് 47 കിലോമീറ്റർ ഉള്ളപ്പോൾ ഇവിടെ സൗത്ത് പുള്ളു എന്ന് പറഞ്ഞൊരു ചെറിയൊരു സെറ്റിൽമെൻറ്റ് കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നതാണ്. ഇവിടെ റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡും കഴിച്ചിട്ട് മേളിലോട്ട് കയറി പോവാം. Wow guys. Finally we are on the top of the world, mighty Kardungla. 17,982 അടി മച്ചാമാരെ. പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനിയും കുറേ ദൂരം പോകാനുണ്ടെന്ന്. മാപ്പിൽ 32 കിലോമീറ്ററാണ് കാണിച്ചത്. താങ്ക് യു സോ മച്ച്. ഓ മൈ ഗാഡ്. हम केरला से आ रहा हूँ. थैंक यू.
सोचते हैं कि कुछ लोग ऐसे हैं केरला से भी आते हैं, आप लोग मिल भी गए। आप लोग? मैं तो ऐसे महाराष्ट्र से आया हूँ। महाराष्ट्र फ्लाइट आया हूँ। बाइक से आना क्या है? ये अलग है, आप लोगों को देख के कुछ मोटिवेशन आए। ये अलग फीलिंग है। കൊള്ളാം. അവിടെ സ്നോയും ഉണ്ട് കേട്ടോ, മഞ്ഞുണ്ട്, മഞ്ഞ്. കൈയൊക്കെ തടുത്ത് മരവിച്ചിരിക്കുകയാണ്. ബട്ട് എനിവേ വി ആർ ഹിയർ. യെസ്, ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. ഗായ്സ്, ലൈക്കും നമ്മുടെ 450യും മിഷാലിൻ്റെ വണ്ടിയും നമ്മളെല്ലാവരും we reached on the top of the world, the mighty Kardungla. Wow, നമ്മളാണ് ഫസ്റ്റ് ബൈക്കേഴ്സ് അല്ലേ, ഇന്നത്തെ ഫസ്റ്റ് ബൈക്കേഴ്സ് നമ്മളാണ്. എൻജിനിൽ കൊണ്ടുപോയില്ലേ പൊള്ളും. ഓക്കെ, പലരുടെയും വീഡിയോയിലും ഫോട്ടോയിലും സ്റ്റോറിയിലൊക്കെ കണ്ട ദ മൈറ്റി കർദുംഗ്ല. വി ആർ ഹിയർ. പിന്നെ ഇവിടെ ഒരു സ്മാരകം വെച്ചിട്ടുണ്ട്. 201 എഞ്ചിനീയർമാരിൽ 13 പേര് ഇവിടെ ഈ ഒരു കർദുംഗ്ലയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവൻ വെടിഞ്ഞിട്ടുണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ മെമ്മറി ഓഫ് 13 men of 201 എഞ്ചിനീയർ റെജിമെൻറ്റ് ഹു ലോസ്റ്റ് their lives forging the കർദുംഗ്ല എന്നൊരു ചെറിയൊരു സ്മാരകം ഇവിടെ വെച്ചിട്ടുണ്ട്. 13 പേർക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കർദുംഗ്ല ടോപ്പ് എന്ന് എഴുതിയ മറ്റൊരു ശില നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. മേലെ കൂടെ ഹെലികോപ്റ്റർ പറന്നു വന്നതിൻ്റെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. സിയാച്ചിൻ, തുർത്തുക്, ലേയ്, ഹന്തർ, കാർഗിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റപ്പ്. അവിടെ ഒരു വ്യൂ പോയിൻ്റും കൂടെ ഉണ്ടേ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ ഗൈസ്, ദ മൈറ്റി കർദുംഗ്ലയിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അതായത് നമ്മൾ വന്ന റൂട്ട് തന്നെയാണ്, തിരിച്ചു പോകുന്നതല്ല, അതിന് നേരെയുള്ള റൂട്ട് തന്നെ പോവാണ്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ദിസ്കിത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ദിസ്കിത്ത് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ കാണുന്നത് നമ്മുടെ അർജുൻ റെഡ്ഡി സിനിമയിൽ നമ്മുടെ വിജയ് ദേവരകൊണ്ട ഇരിക്കുന്ന ആ ഒരു സ്ഥലമില്ലേ, പുള്ളി ഒരു ഹെൽമെറ്റൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലം, ആ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത് കേട്ടോ. ജസ്റ്റ് അവിടെ പോയി ഒരു പിക്ക് എടുക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. പലരും ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ്. നമ്മളും അത് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ നമ്മളെന്തായാലും ഇനി ഒരിക്കലും ദിസ്കിത്തിലോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇത്തവണ വന്ന സ്ഥിതിക്ക് അതും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, 75 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും അങ്ങോട്ട് പോവാണ്. മഞ്ഞുവെള്ളമെല്ലാം കൂടെ ഒലിച്ച് നല്ല കുത്തൊഴുക്കാണ് കേട്ടോ. ഭയങ്കര പോഴ്സനാണ് ഒഴിച്ചു പോകുന്നത്. വലിയ വലിയ കല്ലിനെയൊക്കെ ഇത് ഉരുട്ടി കൊണ്ടുവന്ന് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ദിഷ്കിത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേട്ട് എത്താനായിട്ട് ഏകദേശം 22 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കർദുംഗ്ല കഴിഞ്ഞ് ദിഷ്കിത്ത് എത്തുന്നതിന് മുന്നേ ഒരു പെട്രോൾ പമ്പും ഉണ്ട് കേട്ടോ, ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്. അതുകൊണ്ട് വലിയൊരു ആശ്വാസമായി. മറ്റത് അയ്യോ, ഇവിടെ എന്താ വാട്ടർ ക്രോസിംഗ് ആണ്, ആരും പറഞ്ഞില്ലല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. വാട്ടർ പ്രൂഫ് ഷൂസാണ് ഞാൻ ഇട്ടിരുന്നെങ്കിലും വെള്ളം അടുത്തൂടെ പോയാൽ അത് ഷൂസിൻ്റെ ഉള്ളിൽ കയറും. അയ്യോ വാ, ഇവിടെ അടുത്ത് ദിഷ്കിത്തിൻ്റെ 14 മയിൽക്കുറ്റിയുണ്ട് കേട്ടോ. അതായത് ഇനി 14 കിലോമീറ്ററുള്ള മയിൽക്കുറ്റിയുണ്ട്. നമുക്ക് 12ാമത്തെ മയിൽക്കുറ്റിയാണ് വേണ്ടത് കേട്ടോ. 12 കിലോമീറ്റർ എന്നുള്ള മയിൽക്കുറ്റി. ഓക്കെ, സോ ഐ എം ഗോയിങ്. ആ കാണുന്നതാണെന്ന് തോന്നുന്നു ദിഷ്കിത്തിൻ്റെ 12ാമത്തെ മയിൽക്കുറ്റി, 12 കിലോമീറ്റർ മയിൽക്കുറ്റി. അവിടെ 2 ബൈക്ക് നിൽപ്പുള്ളതായിട്ട് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി അത് നമ്മുടെ പിള്ളേരായിരിക്കും. ഭയങ്കര സന്തോഷം. അയ്യോ, ദിഷ്കിത്ത് 12 മയിൽക്കുറ്റി ഇതടക്കുന്നു. കൊള്ളാം. അപ്പോൾ ഇനി 2-3 വീഡിയോ എടുക്കട്ടെ. അങ്ങനെ ഫൈനലി
നമ്മൾ വിജയ് ദേവരകൊണ്ട ചാരിയിരുന്ന കുറ്റിയുടെ പുറത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. അതിതാ ഇവിടെ നിന്ന് ഇങ്ങനെ കുറ്റി ചാരിയിരുന്നത് ഇങ്ങനെയല്ലടാ, അതുകൊണ്ട് അവിടെ വണ്ടി വെച്ചിട്ടു. ഗൈസ് നമ്മൾ ദിഷ്കിത്തിൽ വന്ന് ആ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെ ദിഷ്കിത്തിൽ പ്രോപ്പറായിട്ട് എന്താണ് ഉള്ളതെന്ന് നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കറക്റ്റ് ഈ ഒരു മയിൽക്കുറ്റിയുടെ അടുത്ത് മാത്രമേ നമ്മൾ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് വിജയ് ദേവരകൊണ്ടയുടെ ഏത് പടമെന്നാണ് പറഞ്ഞിരുന്നത്, അർജുൻ റെഡ്ഡി എന്നാണ്. പക്ഷേ അർജുൻ റെഡ്ഡി അല്ല, കോമ്രേഡ് എന്ന് പറഞ്ഞ മൂവിയിലായിരുന്നു ആ ഒരു സീന് വന്നിരുന്നത് കേട്ടോ. ഞാനിവിടെ വന്ന് ജിജിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അത് ഓർമ്മ, ജിജിൻ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എനിവേ വി ആർ ഹെഡിങ് ബാക്ക് ടുവേർഡ്സ് കർദുംഗല പാസ്. അത് കഴിഞ്ഞ് നേരെ നമ്മളെ റൂമിലേക്ക് പോകും കേട്ടോ. പോയിട്ട് വന്ന് തിരിച്ച് നോക്കുമ്പോഴുള്ള കാഴ്ചയുണ്ട് കർദുംഗല. ഇവിടെ ബൈക്ക് കൊണ്ടുവച്ച് ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര തിരക്കാണ്, ഭയങ്കര ക്യൂ ആണ്. ബട്ട് നമ്മൾ രാവിലെ തന്നെ വന്ന് അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തലകുലുക്കി ഒരു വീഡിയോ എടുക്കാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തിയതിന് ശേഷം ഇവിടുത്തെ മെയിൻ മാർക്കറ്റ്, ലേയുടെ മെയിൻ മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇന്നലെയും വന്നതാണ്. ഇപ്പോൾ ഇവിടെ എന്തോ ഒരു പരിപാടിയൊക്കെ നടക്കുന്നു, നോക്ക്, കൊള്ളാം. രതി ആർമി സ്റ്റോർ എന്നും പറഞ്ഞിട്ടുണ്ട്, ന്യൂ ആർമി ജനറൽ സ്റ്റോർ എന്നും പറഞ്ഞ് 2 സ്റ്റോറുകളുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം തണുപ്പത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ഇടേണ്ട ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. തെർമൽ, ഗ്ലൗസ്, ഹെൽമെറ്റല്ല, തൊപ്പി, അങ്ങനെയുള്ള നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം, അതായത് റൈഡ് പോകുമ്പോൾ ഈ ഒരു ഏരിയയിൽ ലഡാക്കിലൊക്കെ റൈഡ് പോകുമ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. വളരെ ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു